ഗൈസ് എന്തുവാ കാണുന്നത് നോക്ക് ഗൈസ്. നമ്മള് കാർട്ടൂണാണ് ഗൈസ് കാണുന്നത്, കാർട്ടൂൺ. സോറി, കണ്ടന്റ് മാറിപ്പോയി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മള് 2 ദിവസം മുന്നേ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ആദ്യത്തെ ഗെയിം പ്ലേ ആയ ഇന്ത്യൻ ബൈക്സ് 3യുടെ ആദ്യത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഗ് കാണുന്ന ഈ ഒരു നമ്മുടെ കാണുന്ന ഈ ഒരു ഡിഫൻഡർ മാത്രമേ കാണത്തുള്ളൂ ഗൈസ്. ഡിഫൻഡർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഡിഫൻഡറും പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾ പുതിയൊരു ഡ്യൂക്ക് എടുത്തായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്യൂക്ക് ഇരിക്കുന്നു. പക്ഷേ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. ഈ വണ്ടി ഏകദേശം ഒത്തിരി വർഷമായി. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ വണ്ടി ഉള്ളതായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയട്ടെ. വീഡിയോ ഇൻട്രോ പറയുന്നതിന് മുമ്പേ നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ആണെങ്കിൽ പുതിയ ഏതൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം അവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വേറെ വണ്ടി കിട്ടുന്നതില്ല, അത് എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മൾ കൊടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു നല്ല വണ്ടി, ഒരു ലക്ഷറി കാറ് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ലൈക്ക് ടാർഗറ്റിംഗ് കാര്യങ്ങളൊക്കെ മസ്റ്റഡ് വണ്ടിക്കാണ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് അതിനെ കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം. വണ്ടിയാ മസ്റ്റ്, നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ചെന്ന് നോക്കാം ഗൈസ്. കാരണം നമ്മളെ ഈ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് വണ്ടിയും കൊണ്ട് പോകണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊടുത്തല്ലേ ആ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വാവ് ഗൈസ്, അതുകൊണ്ട് അങ്ങനെ വെച്ച് വാവ് ബുഗാട്ടി കിടക്കുന്നു ഗൈസ്. നമ്മളെ വണ്ടി മാറ്റിയിടാം ഗൈസ്. കണ്ടോ ബുഗാട്ടിയും ലക്ഷറി കാഴ്സിന്റെ കണക്ഷൻ എന്ന് തോന്നുന്നു ഇവിടെ. എന്റെ പൊന്നോ കിണ്ണം. എന്താണോ തനിക്ക് വേണ്ടേ? എന്തോ ഈ അവിടെ ഇവിടെ? അയ്യോ ഗൈസ്, നമുക്ക് വണ്ടി ഒന്ന് ചോദിക്കാം ഗൈസ്. നമുക്ക് വണ്ടിയുടെ കാര്യം ഇവിടെ വന്ന ഒരാളെ ഞാൻ വെറുതെ ഇട്ടടിച്ച് എന്താണ്ട് ചോദിച്ചോണ്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യം ചോദിച്ചു നോക്കാം. ഇങ്ങോട്ട് ഇങ്ങോട്ടും കണ്ടല്ലേ. അതെ ഗൈസ്, റൂം ഇങ്ങോട്ടാ ഗൈസ്. നമ്മുടെ വണ്ടിയുടെ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് നമ്മുടെ വണ്ടി ഇവിടോട്ട് കൊടുക്കാനാന്ന് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാനാണെന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് ഓഫറാന്ന് പറഞ്ഞ് നമുക്ക് വണ്ടി അങ്ങോട്ട് നീക്കിയിടാം. ഗൈസ് നമ്മുടെ ഡിഫൻഡർ നമ്മൾ കൊടുക്കുകയാണ്. ഗൈസ് നമുക്ക് ഡിഫൻഡർ അങ്ങോട്ട് നീക്കിയിടാം. എന്നിട്ട് നമുക്ക് പറയാം ഈ വണ്ടിയാന്ന്. നമ്മൾ ആ ഓണർ വണ്ടി அந்த ഓണർ കാര്യങ്ങൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പം നമുക്ക് വണ്ടിയും കൂടെ നീക്കിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി നമുക്കിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മാനേജറിനോട് ചോദിച്ചു നോക്കാം എന്താ കാര്യമെന്ന്. ഗൈസ് മാനേജർ പറയുന്ന ഈ വണ്ടി കൊടുക്കാൻ കൊടുത്തു, പക്ഷെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ലെന്നാണ്. അതെന്തുവാന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ടും അവരെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഈ വണ്ടി ഓൾറെഡി കൊടുത്തു, പക്ഷേ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അതെന്തുവാന്ന് പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ഈ വണ്ടി പോയി, പക്ഷെ നമുക്ക് വണ്ടി എടുക്കാനും പറ്റിയില്ല. എന്ത് ചെയ്യാനാന്ന് പറയാം ഗൈസ്. നമുക്കിനി വണ്ടി എടുക്കാനും പറ്റത്തില്ല. നമ്മൾ ഈ വണ്ടി കൊടുത്തു, സെല്ല് ചെയ്തു. ഈ വണ്ടിയുടെ താക്കോല് വരെ അയാളുടെ കൊടുത്തു. ഇനി അയാൾ തരത്ത് പോലുമില്ല. നമ്മൾ ഈ വണ്ടീനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. നമ്മുടെ വണ്ടി പോയി, പക്ഷേ നമുക്ക് ഈ വണ്ടി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓൾറെഡി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, GTR-ഉം സൂപ്പർ ഓൺലി ഒരു കാര്യം പറയട്ടെ. ഈ വണ്ടികളുടെ ഇടയിൽ ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഈ കാണിക്കുന്ന ഈ വണ്ടി. ഏകദേശം ഒത്തിരി ബില്യൺ രൂപയുടെ വണ്ടിയും കണ്ടാന്ന് തോന്നുന്നു. അറ്റ്മോസ്റ്റ് നമ്മുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പറെങ്കിലും വാങ്ങിക്കുന്നു. പക്ഷേ ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇത് മോസ്റ്റ് എക്സ്പെൻസീവ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. സൂപ്പറൊക്കെ ഉണ്ടെങ്കിൽ GTR സൂപ്പറായി കളച്ച് അതിൻ്റെ ഇടയ്ക്ക് വന്നാന്ന് തോന്നുന്നു ഈ ബുഗാട്ടി. ഇനി നമ്മളെ നമ്മളെ ഡിഫൻഡറും പോയി, വണ്ടിയും പോയി, എല്ലാം പോയി. നമ്മൾ ഇനി എന്ത് ചെയ്യാനെന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം.
എനിവേ ഗൈസ് നമ്മൾ വീട്ടിലും കയറി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡിഫൻഡറും പോയി. ഇനി ആകെയുള്ള ഡ്യൂക്ക് മാത്രമാണ് ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ വണ്ടി വരെ പോയി ഗൈസ്. നമ്മളെന്തോ ചെയ്യാനെന്ന് പറ ഗൈസ്. നമ്മുടെ വണ്ടി വരെ പോയി. ആക്ച്വലി ഞാനാണെങ്കിൽ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലോട്ട് ചെന്നത്. പക്ഷെ കിട്ടിയത് ഉഗ്രം പണിയാണ് ഗൈസ്. എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി, ഉറപ്പാണ് നമ്മുടെ വണ്ടി എന്തായാലും പോയി. പക്ഷെ അവിടെ കിടക്കുന്ന സുപ്ര കാറൊക്കെ ആണെങ്കിൽ പുറത്താണ് ഇട്ടേക്കുന്നത്. അത് ഒരിക്കൽ അകത്തോട്ട് ഇടാൻ പറ്റത്തില്ല. അവർക്ക് അകത്തോട്ട് ഇടാനുള്ള ഇതില്ല, സ്പേസ് ഇല്ല. അപ്പം നമുക്ക് എന്തായാലും പുറത്തല്ലേ വണ്ടി കിടക്കുന്നത്. മിക്കവാറും മാനേജറൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും കേട്ടിട്ട് ക്ലോസ് ചെയ്ത് കാണുമായിരിക്കും. ബട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ കാർ സീൽ ചെയ്യാൻ പോവാണ്. അപ്പം അതേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ കാര്യം. നമ്മൾ കാർ സീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോയി. നമ്മുടെ വണ്ടി അവരെടുത്തുകൊണ്ടും പോയി. ഇനി നമ്മുടെ വണ്ടി ഇല്ല. നമ്മൾ ആകെ ഉണ്ടായിരുന്ന ഡിഫൻഡറായിരുന്നു, നല്ലൊരു വണ്ടിയായിരുന്നു. എൻ്റെ ഇത് കാരണം ഞാൻ തന്നെ എടുത്തു ഗൈസ്. നൈറ്റിൽ നമുക്ക് വണ്ടി മാക്സിമം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആ ബുഗാട്ടി എടുക്കണം, പിന്നെ ഒരു GTR എടുക്കണം, പിന്നെ സൂപ്പർ എടുക്കണം. ഈ 3 കാറാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പം ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാക്സിമം ലൈക്ക് അടിക്കുക. 99% പേരും ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മാക്സിമം അടിച്ച് പൊട്ടിച്ചോ. അപ്പം നമുക്ക് റോബിയുള്ള ഉന്മേഷം കിട്ടണം. അപ്പം നമുക്ക് രാത്രിയിലാണ് വേണ്ടത്. അപ്പം രാത്രി ആകുമ്പോഴത്തേക്ക് കാണാം ഗൈസ്. അപ്പോൾ രാത്രി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഈ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്താ പോയി റോബ് ചെയ്യാം. അപ്പം നമ്മുടേക്ക് ഡ്യൂക്ക് നമുക്ക് നാളെ രാവിലെ വല്ല എടുത്തോണ്ട് പോകാം ഗൈസ്. ഓക്കെ ഡ്യൂക്ക് നമുക്ക് ഡ്യൂക്ക് എടുത്തോണ്ട് പോകാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന മാക്സിമം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ ബുഗാട്ടി എടുത്തുകൊണ്ട് വരാം. അതാണ് നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ഉചിതമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുഗാട്ടി എടുത്തുകൊണ്ട് വരാമെന്നാണ്. ഇനിയും പയ്യെ പോകാം. സൗണ്ട് കേട്ട് കഴിഞ്ഞാലും വന്നാൽ സ്റ്റോൺ കിടക്കുന്ന നമ്മുടെ ഗോൾഡൻ ബുഗാട്ടി, ഗോൾഡൻ ടൈപ്പ് ബുഗാട്ടി. ഇതുകൊണ്ട് ഗൈസ് മോനെ ഗൈസ് ആരും അറിയാതെ പോവാം, ആരും അറിയാതെ പയ്യപ്പം. ഓക്കെ ഗൈസ്, അപ്പം ആരും അറിയാതെ പോവാം. പയ്യെ പോവാം. ഗൈസ് ഇപ്പത്താണ് കൊള്ളാം. എന്റെ പൊന്നോ, ഇതെന്തോ പരിപാടിയാണ്. ഇത് ലോക്ക കഴിച്ചു. ഈ 2 വണ്ടിയിലും എല്ലാ വണ്ടിയും ലോക്കായിരിക്കും. എനിക്കൊന്നിന് മെയിൻ കീ എല്ലാം കാണും. നമുക്ക് നോക്കണം, തപ്പാം ഗൈസ്. ഇയാളല്ലേ എവിടെ വേണമെങ്കിലും താക്കോല് കൊണ്ടുവെക്കും. നമുക്ക് ഇവിടെ ഈ ബൈക്ക് എടുത്ത് ചുറ്റി പരിസരം എല്ലാം നോക്കിട്ട് വരാം. ഓക്കെ ഇവിടെ വല്ലതും കാണുമോ ഗൈസ്? അവിടെ എന്താണ്ട് തിളങ്ങുന്ന പോലെ. ഇയാളായതുകൊണ്ട് എവിടെ കൊണ്ട് വേണേലും വെക്കും ഗൈസ്. താക്കോൽ ഗൈസ്, താക്കോല്. ഓക്കെ അപ്പോൾ നമ്മൾ താക്കോലും കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പോയിട്ട് നമുക്ക് കാറും കല്ലൊക്കെ എടുത്തുകൊണ്ട് പോകാം. പെട്ടെന്ന് പോവാം. ഇനി ഇവിടെ തന്നെയാണ് മാനേജറും കാലൊക്കെ താമസിച്ചെങ്കിൽ നമ്മൾ 8 നിലയിൽ നോക്കി ഉറപ്പാണ്. 8 നില നമ്മൾ നോക്കി. വണ്ടിയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് സ്റ്റോപ്പ് പോലത്തെ സ്ഥലം കാണത്തില്ല, അവിടെ വല്ലതും പാർക്ക് ചെയ്തിടാം. ഓക്കെ ഇവിടെ പാർക്ക് ചെയ്തിടുന്നതല്ല. രാവിലെ വന്ന് നമുക്ക് വണ്ടിയും കാലൊക്കെ എടുത്തോണ്ട് പോകാം ഗൈസ്. ഓടിക്കോ, വണ്ടി എടുക്കാൻ പോവും. ഇതനങ്ങ് ഓടിച്ചെല്ലുമ്പോഴത്തേക്കും രാവിലെ ആവും. കൊള്ളാം. നമ്മള് തൊട്ടപ്പം തന്നെ അബദ്ധമായിരുന്നു ഗൈസ്. ബുഗാട്ടി എടുക്കുക. പയ്യെ മുട്ടിഞ്ഞ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഡോറൊക്കെ ഉണ്ട്. എൻ്റെ മോനെ എല്ലാം വണ്ടി പയ്യപ്പം.
ഓ ഭയങ്കര സൗണ്ട്. ഇല്ല 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 ഇല്ല. പയ്യപ്പോ ഇവിടെ കഴിഞ്ഞ് നാളെ സ്പീഡ് പോകാൻ പറ്റും. നമ്മളെ വീടാണ് ഇവിടെ തിരിഞ്ഞു പോയി. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. എപ്പോ ആണെങ്കിലും പോലീസ് പിടിക്കാം. ഓക്കെ, നമ്മുടെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയും കാലൊക്കെ ഇവിടെ പിന്നെ. ഓക്കെ നമുക്ക് പിന്നെ ഓക്കെ അപ്പം ഞാൻ പിന്നെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഈ പ്രാവശ്യം ഏത് വണ്ടി എടുക്കുമെന്നാണ് ഒരു കാര്യം ചെയ്യുക. നമുക്ക് ഇതില് നമുക്ക് ബ്ലൂ സൂപ്പർ എടുക്കാം. ബ്ലൂ സൂപ്പറ കുഴപ്പമില്ല. നമുക്ക് ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് GTR എടുക്കാം. അലേർട്ടും തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ അറിഞ്ഞ നമുക്ക് വഴിക്കൊക്കെ നമുക്ക് 2 വണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോകാൻ പറ്റും തോന്നുന്നു. കാര്യം എന്താണ്ട് അലാറം കാര്യം കഴിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയും കാലൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം. നാളെ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ കാണുന്ന ആ ഒരു നീല സുപ്രയും കൂടെ അടിച്ചു മാറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മൾ തന്നെയാണെന്ന് അറിഞ്ഞ് കാണുമെന്ന് തോന്നുന്നു. നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ എഴുന്നേറ്റുള്ള നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോലീസൊക്കെ വന്ന് കാണും ഉറപ്പാണ്. ഇന്നലെ അലേർട്ടും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഗൈസ്. എന്താ ചെയ്യാനെന്ന് പറയാം. ബട്ട് എന്തോ ലക്കിന് ഈ 2 കാറും നമുക്ക് കിട്ടി. മോസ്റ്റ് ലക്ഷറി കാർ BMW അല്ല, ബുഗാട്ടി കിട്ടി. പിന്നെ നമുക്ക് മറ്റേ GTR കിട്ടിയ. എനിക്ക് നമ്മള് സൂപ്പർ എടുക്കാൻ പോയപ്പോഴാണ് അറിയാതെ GTR കയറിപ്പോയത്. എന്നാലും GTR കിട്ടി. അടുത്ത സൂപ്പറാണ്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വഴിയെ പോയ ഏതോ ഒറ്റ കാർ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും ആളൊക്കെ പോലീസുണ്ടോ എന്തോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോഴും നമ്മുടെ ഇന്നലെ എടുത്ത ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടിയിട്ടേക്കാം. ഇത് നമ്മുടെ വണ്ടി ഒന്നല്ല, വേറെ ആരുടെ വണ്ടിയാണ്. ചെറുതായിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് അതിന്റെ കൂടുതൽ ലംബോർഗിനി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഓണർ വല്ലതായിരിക്കും. മാനേജർ ഒന്നും കാണത്തില്ല. മാനേജറാണോ ഓണറാണെന്ന് അറിയത്തില്ല. ഏതൊരു ലംബോർഗിനും കിടപ്പുണ്ട് ഗൈസ്. പോലീസും കിടപ്പുണ്ട് ഗൈസ്. അപ്പൊ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ താക്കോലുണ്ട്. നമ്മളെ എടുക്കാൻ പോകുന്നില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം തന്നെ ഈ സുപ്രയാണ്. നമുക്കിപ്പം അങ്ങ് എടുക്കാൻ ആരും അറിയാലോ. അവരെന്ന് പറഞ്ഞു അതൊക്കെയാണ്. കാറും എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നീല സൂപ്പർ എടുത്തതിന് GPS വഴിയായിരിക്കും. നീല സൂപ്പർ എടുത്തതിന്റെ റെക്കോർഡ് മറ്റേ GPS വഴിയായിരിക്കും. പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് സ്റ്റാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്താ ഭാഗ്യം.
പോലീസൊക്കെ അവിടെ ഇടിച്ച് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ 3 പോയിന്റുകൾ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി നമ്മൾ 3 കാറ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഈ 2 കാർ എടുത്തതിന് ശേഷം പോലീസ് എന്തോ ഭാഗത്തിന് പിടിച്ചില്ല എന്ന് പറയാം. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ.